ആലപ്പുഴയിലെ നിങ്ങളെ കാണുവാനും ഈ പള്ളിപ്പുറം ജംഗ്ഷനിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അറിയിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒന്ന് യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമാണ്. ഒരു പക്ഷേങ്കിൽ 2025 നിങ്ങൾ ജാനുവരി മുതൽ ഈ ഡിസംബർ, ഇന്നലെ കഴിഞ്ഞുപോയ ഡിസംബർ വരെയും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി പല കർമ്മങ്ങളും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്ത് നെട്ടോട്ടമോടി നിങ്ങളുടെ സമയം കളഞ്ഞവരായിരിക്കാം. എന്നാൽ നിങ്ങൾക്കറിയാവോ, സൗജന്യമായി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ പാപമോചനവും നിത്യജീവനും യേശു ഒരുക്കി വച്ചിരിക്കുക. നിങ്ങൾക്കറിയാവോ, വിശുദ്ധ ബൈബിളിലേക്ക് വരുമ്പോൾ ഒരു സംഭവം ഇങ്ങനെ കാണുകയാണ്. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളും തന്റെ മുതൽ മുഴുവനും കൊടുത്തിട്ടും അല്പം പോലും സൗഖ്യം വരാതിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടു. അവൾ ആ വർത്തമാനം കേട്ടപ്പോൾ എന്താണ് കേട്ട വർത്തമാനം എന്ന് പറയുന്നത്? യേശുവിന്റെ അടുക്കൽ ചെന്നാൽ സൗജന്യമായി പാപമോചനമുണ്ട്, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ സൗജന്യമായി ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മരണം വരെ മാറും, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ പാപങ്ങൾക്ക് അത് മോചനമുണ്ടെന്നുള്ള വാർത്ത അവൾ കേട്ടപ്പോൾ അവൾ മതത്തെ നോക്കിയില്ല, മതാചാരങ്ങളെ നോക്കിയില്ല, യേശുവിനെ അന്വേഷിച്ച് അവൾ ഇറങ്ങുവാനിടയായി തീർന്നു. ഒരു പക്ഷേങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴിമുട്ടി നിൽക്കുന്നവരാണെങ്കിൽ യേശുവിനെ അന്വേഷിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി മാറുകയാണ്. ബൈബിൾ പറയുകയാണ്, സുവിശേഷം വായിക്കുമ്പോൾ അവൾ അത് യേശുവിനെ അന്വേഷിച്ചു പോവുകയാണ്. അവൾക്ക് മനസ്സിലായി, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു, സമൂഹത്തിൽ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, എനിക്കിനി ജോലിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്കൊരു ഭാവിയുണ്ടെന്ന് തോന്നുന്നില്ല, എന്റെ ജീവിതം സർവത്ര ഇരുട്ടിലായിരിക്കുന്നു പറഞ്ഞപ്പോൾ വെളിച്ചമായിരിക്കുന്ന യേശുവിനെ അന്വേഷിച്ചവൾ കടന്നുപോയി. ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് പറയുന്നത്? യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ നുളച്ചു എന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാവോ, ആ ക്ഷണത്തിൽ അവൾക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. യേശു അവളോട് സംസാരിച്ചു, യേശു അവൾക്ക് പാപമോചനം കൊടുത്തു, യേശു അവളുടെ വേദന കണ്ടു, അവളുടെ തകർച്ച കണ്ടു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വേദനയെ തുളയുന്നവരാണോ? എന്റെ തകർച്ച കാണാൻ ആരുമില്ലല്ലോ, ഞാൻ തകർന്നല്ലോ, എല്ലാ വഴിയിലും അടഞ്ഞല്ലോ, എല്ലാ വഴികളും അടഞ്ഞല്ലോ, എനിക്ക് മരണമല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെടുവീർപ്പോട് കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പള്ളിപ്പുറത്ത് ഞങ്ങൾ കടന്നു വന്ന്, ഒറ്റപ്പുന്നായി എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് ഞങ്ങൾ കടന്നു വന്ന് രാവിലെ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഈ സ്ഥലത്ത്, ഈ ആലപ്പുഴയിൽ ഞങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളെ വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കും. എങ്ങനെ? ക്രൂശിൽ വെച്ച യേശു, പാപമില്ലാത്ത യേശു, പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ എനിക്ക് വേണ്ടി താങ്കൾക്ക് പകരക്കാരനായി ഇതാ യേശു മരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, 5 കോടതികൾ 6 പ്രാവശ്യം യേശുവിനെ വിസ്തരിച്ചിട്ടും യേശുവിൽ തെറ്റ് കണ്ടില്ല. എന്നിട്ടും പീലാത്തോസ്, നാടുവാഴിയായിരിക്കുന്ന പീലാത്തോസ് യേശുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചു. യേശുവിന്റെ ശരീരത്തെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. യേശുവിന്റെ ശരീരം മുഴുവനും ദൈവത്തിന്റെ വചനം പറയുന്നു ചാട്ടവാറ് കൊണ്ടും ചമ്മട്ടി കൊണ്ട് അടിച്ചപ്പോൾ ഒഴിവുചാല് കയറുന്ന പോലെ യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടു. അനന്തരമായിട്ട് യേശുവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു. യേശു വലിയൊരു കുരിശിൽ വന്നുകൊണ്ട് അത് കാൽവറി മലയിലേക്ക് നടക്കുകയാ. ആ മലയിൽ ചെന്നപ്പോൾ യേശുവിനെ ക്രൂശോട് ചേർത്ത് ബന്ധിച്ചു. യേശുവിന്റെ കൈകളിലും കാലുകളിലും ആണിയടിച്ചു. യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. യേശുവിന്റെ വിലാവിൽ കുന്തം കൊണ്ട് കുത്തി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പാപത്തിന്റെ ശിക്ഷ മുഴുവനും യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ആ യേശു ക്രിസ്തു ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് പാപമോചനം, നിത്യജീവനും ദൈവം ഒരുക്കി വെച്ചിരിക്കുക. അത് സൗജന്യമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അതെ, പാപമോചനം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, മോക്ഷം സൗജന്യമാണ്. അത് എങ്ങനെ സാധ്യമായി തീരും? യേശുവിലെ വിശ്വാസത്താൽ നമുക്കത് നേടിയെടുക്കാം. നമ്മൾ എന്ത് ചെയ്യണം? യേശുവെ, ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പ എന്റെ തെറ്റുകളെ, കുറ്റങ്ങളെ എന്നോട് ക്ഷമിക്കണം. എന്റെ ഹൃദയം അത് യേശുവിനായി തുറക്കുന്നു, ഞാൻ യേശുവിനായി ജീവിക്കാം. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഗതി മാറും. നിങ്ങളെപ്പോലെ ഞങ്ങളൊക്കെ ചിന്തിച്ച് നടന്നവരാ. മതത്തിന്റെയും മതപുരോഹിതന്മാരുടെ പിന്നാലെ എല്ലാം നടന്ന് പൈസ എല്ലാം കൊടുത്ത് എങ്ങനെയും ഒന്ന് ഉറങ്ങുവാൻ, ഒരു സമാധാനത്തിന് വേണ്ടി അന്വേഷിച്ച് നടന്നവരാ. അപ്പോഴാണ് ഈ സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിയത്. സ്നേഹിത, നിങ്ങളെ അലട്ടുന്ന വിഷയം എന്തുമാകട്ടെ, എത്ര വലിയ രോഗവുമാകട്ടെ, മദ്യപാനമാകട്ടെ, ശാപബന്ധനമാകട്ടെ, ദൈവം നിങ്ങളെ വിടുവിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ ചേർത്തലയിൽ വന്നപ്പോൾ എത്ര ആളുകളെ കണ്ടെന്നറിയാം. ഈ ചേർത്തലയിലും അതുപോലെ മുഹമ്മയിലും ഒക്കെ അർത്തുങ്കലിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കടന്നു വന്നപ്പോൾ എത്രയോ വ്യക്തികളെ പരിചയപ്പെട്ടു. പലരും പറയുന്നത്, എന്തിനാ ജീവിക്കണത്, മരിച്ചാൽ മതി, മരണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് അവർ പറയുന്നത്. ആത്മഹത്യ ചെയ്താൽ മതി
എന്ന് വിചാരിച്ചുകൊണ്ട് വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നവരെ ഞങ്ങൾ കണ്ടത്. സ്നേഹിത, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലെങ്കിലും എല്ലാവരും നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ എന്ന കർത്താവ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ്. ആ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ശേഷം 40-ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. തന്നെ വിശ്വസിക്കുന്നവരെ ചേർക്കുവാനായിട്ട് താമസമില്ല. യേശു കർത്താവ് വാനമഹികൾ വരാൻ സമയമായി. അതിന്റെ ആയിരിക്കുന്ന ലക്ഷണങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ സ്നേഹിതരെ, ഇന്ന് ഇപ്പോൾ യേശുവിനായി നിങ്ങളുടെ ജീവിതം കൊടുക്കുമോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടോ? നിങ്ങൾക്ക് മുന്നോട്ട് കയറി വരാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങളോടൊപ്പമുള്ള കർത്താവിന്റെ ദാസി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടെ അതിയായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദേശത്ത് കടന്നു വരുവാൻ യേശു കർത്താവിനെ ഉയർത്തുവാൻ ദൈവം നിന്റെ മക്കളാ നടികളെ സഹായിച്ചല്ലോ. അതിനായി നന്ദി പറയുകയാ. വചനം ദൈവമാകുന്നു, ദൈവം വചനമാകുന്നല്ലോ. ഇവിടെ ദൈവത്തിന്റെ ദാസിൽ കൂടെ വചനം പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ച പ്രിയമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരലട്ടുന്ന, ഭാരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന എന്ത് തന്നെ വിഷയങ്ങളായാലും വചനത്തിന്റെ ശൈത്യം അയച്ച് അവരെ വിടുവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗ